ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിലെ തൂക്കക്കുറവ് മനഃപൂർവ്വമുള്ള തിരിമറിയാകാമെന്ന് ഹൈക്കോടതി. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, വിശദമായ കോടതി ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ അനുഗമിക്കാതെ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടു എന്നതടക്കമുള്ള ഫൈൻഡിങ്ങുകളിലേക്ക് കൂടി ഈ ഉത്തരവിൽ കോടതി കടന്നിട്ടുണ്ട്. ഇതിന്മേലുള്ള അന്വേഷണം ഗൗരവതരമായി തന്നെ മുന്നോട്ട് പോകണം എന്നല്ലേ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? സുജയ, അങ്ങനെ തന്നെയാണ്. അങ്ങേയറ്റം ഗൗരവതരമായ കാര്യങ്ങളാണ്, നിരീക്ഷണങ്ങളും വിമർശനങ്ങളുമാണ് ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ ഇന്ന് പുറത്തുവന്ന ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. സ്വർണ്ണപ്പാളികളിലെ തൂക്കക്കുറവ് മനഃപൂർവ്വം തിരിമറിയാകാമെന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല എന്ന ഗൗരവമായ വിമർശനം ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി. ഈ സ്വർണ്ണപ്പാളികളിൽ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം. 2019 സ്വർണ്ണപ്പാളിയുമായുള്ള യാത്രയിലും ദുരൂഹതയുണ്ട്. സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ ആരും തന്നെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തുന്നു. സ്വർണ്ണപ്പാളി കൈമാറ്റം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ട്. സ്വർണ്ണപ്പാളികളും പീഠങ്ങളും കൈമാറ്റം ചെയ്തത് മതിയായ സുരക്ഷയില്ലാതെയാണ്. സ്പോൺസർക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥർ അനുഗമിച്ചില്ല. മാത്രമല്ല, ഔദ്യോഗിക മേൽനോട്ടമോ അകമ്പടിയോ ഉണ്ടായില്ല എന്നുമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ വിമർശനം. 2019 സ്വർണ്ണപ്പാളികളുമായുള്ള ബന്ധപ്പെട്ട ആ യാത്രയിലും ദുരൂഹതയുണ്ട്. 1 മാസത്തിലേറെ സമയമെടുത്താണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത്. തൂക്കം രേഖപ്പെടുത്തിയപ്പോൾ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അത്തരം കുറവിന് സാധ്യതയുള്ള ഒരേ ഒരു ഘടകം സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. പൊരുത്തക്കേടുകൾ ഭയപ്പെടുത്തുന്നതാണ് എന്ന ഗൗരവതരമായ നിരീക്ഷണം വിമർശനവും കൂടി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്.